അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറല്ലാഹ്. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ വേദിയിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും അതിൻ്റെ പോഷകഘടകങ്ങളുടെയും പ്രിയപ്പെട്ട നേതാക്കൾ, പണ്ഡിതന്മാർ, ഈ മഹത്തായ നഗരിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ഭാവി വാഗ്ദാനങ്ങളായ കർമ്മോത്സുകരായ പ്രവർത്തകരെ, നേതാക്കളെ, അതിദീർഘമായൊരു പ്രസംഗത്തിന്റെ സമയമല്ലാത്തത് കൊണ്ട് തന്നെ അഭിസംബോധനകളും ആമുഖങ്ങളും ഒക്കെ ഒഴിവാക്കി എന്നെ ഏൽപ്പിച്ച കടമ മാത്രമാണ് ഞാൻ നിർവഹിക്കുന്നത്. ഇവിടെ കൈകാര്യം ചെയ്യാൻ സൂചിപ്പിച്ചുള്ള വിഷയം സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന ഈ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവവും അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിൽ അടക്കമുള്ള ആ കാലഘട്ടത്തിലെ നിർണായകമായ പ്രവർത്തനങ്ങളും ഈ സംഘത്തിന്റെ പിറവിയും കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പുതുതലമുറക്ക് കൈമാറുക എന്നതാണ്. വളരെ മനോഹരവും പ്രൗഢവുമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ ഇന്നലകൾ വളരെയേറെ പ്രയാസകരവും പ്രതിസന്ധികൾ നിറഞ്ഞതുമായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ആദ്യമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ വെച്ച് 1973 ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായി രൂപപ്പെട്ട ഈ മഹത്തായ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ പ്രയാണത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളെപ്പോലും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുകയും 1979 ഒരു പ്രത്യേക രാഷ്ട്രീയ നയം സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെപ്പോലും വേദനിപ്പിക്കുന്ന തരത്തിൽ സ്റ്റേറ്റ് കൗൺസിലിലേക്ക് ചില കത്തുകൾ ആസൂത്രിതമായി അയക്കുകയും ഈ സംഘടനയുടെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവരികയും അതിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ചില തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചതിനെ കഠിന ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള കത്തുകൾ തങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ വായിക്കുകയും ചെയ്ത പ്രത്യേക സാഹചര്യത്തിൽ 1979 നവംബർ മാസം 6-ാം തീയതി മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ആ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കൈയൊടിഞ്ഞ് പോരുകയാണ് ഉണ്ടായത്. തുടർന്ന് ആ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്ക് അതിന്റെ ലക്ഷ്യങ്ങളിലും അതുപോലെ തന്നെ അതിന്റെ ഭരണഘടനയിലും അധിഷ്ഠിതമായിട്ടായിരുന്നില്ല എന്ന് ബഹുമാന്യരായ പ്രാസ്ഥാനിക പ്രവർത്തകർ മനസ്സിലാക്കുകയും തദനുസൃതം തിരുത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ ജനാധിപത്യ മാർഗത്തിലും അതുപോലെ തന്നെ ഇസ്ലാമികമായ മാർഗത്തിലും സ്വീകരിക്കുകയും ചെയ്ത ഒരു പ്രത്യേക പശ്ചാത്തലം നമ്മുടെ ഈ സംഘടനയുടെ രൂപീകരണത്തിന്റെ പിന്നിലുണ്ട് എന്ന് വളരെ വ്യക്തമായി നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കൃത്യമായി അറിയാമെങ്കിലും പുതുതലമുറയിലെ ആളുകൾ ചരിത്രം പഠിച്ചിട്ടുണ്ടാകാമെങ്കിലും ഒരു വിഷയമായതുകൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിക്കുക മാത്രമാണ്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പ്രത്യക്ഷമോ പരോക്ഷമോ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത് എന്നത് ജില്ലാ ഘടകങ്ങൾക്കും അതുപോലെ തന്നെ താലൂക്ക് ഘടകങ്ങൾക്കും പിന്നീട് ബാധകമാക്കി. യഥാർത്ഥത്തിൽ അന്നത്തെ ആ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ഭരണഘടനക്ക് അത് വിരുദ്ധമായിരുന്നു. ആ ഭരണഘടന ഖണ്ഡിക 13 കൃത്യമായി പറഞ്ഞിരുന്നു, മെമ്പർമാർ വ്യക്തിപരമായ തന്റെ രാഷ്ട്രീയമോ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ ബന്ധമോ ഉപേക്ഷിക്കണമെന്നില്ല. ഇതിൽ അംഗമാകുന്ന ഒരു മെമ്പർ ഒരിക്കലും തന്റെ രാഷ്ട്രീയപരമായ ബന്ധങ്ങൾ നിർത്തിവെക്കണമെന്നില്ല. സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും വ്യക്തിപരമായി ആകാമെന്നും പറഞ്ഞ ആ രീതി അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതിന് ഭരണഘടന കൃത്യമായി അനുമതി നൽകുമ്പോൾ ആ ഖണ്ഡിക മാറ്റിക്കൊണ്ടായിരുന്നു പുതിയ ഒരു നിയമം ചില തൽപര കക്ഷികൾ പ്രത്യേകമായി കൊണ്ടുവന്നത്. മാത്രമല്ല, പ്രവർത്തനം ആ രീതിയിലേക്ക് തന്നെ പോയി. ബാബരി മസ്ജിദ് പ്രശ്നം, അതുപോലെ തന്നെ ശരീഅത്ത് പ്രശ്നം, അക്കാലഘട്ടത്തിലെ കോളിളക്കം നിറഞ്ഞ നാദാപുരം പ്രശ്നമൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് മുസ്ലിം സാമുദായിക സംഘത്തോടും അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന്റെ പൊതുവികാരത്തോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു തരത്തിലായിരുന്നു എന്ന് ആ കാലഘട്ടത്തിലെ ചരിത്രം അറിയാവുന്നവർക്ക് കൃത്യമായി അറിയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അച്ചടക്ക നടപടിയെടുത്ത ചില ആളുകളെ പോലും തങ്ങളുടെ യോഗത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് സമസ്തയുടെ മഹാന്മാരായ നേതാക്കളുടെ പ്രവർത്തനങ്ങളെ അവമതിച്ചുകൊണ്ട് ഒരു സംഘം മുന്നോട്ട് വരുന്നത് ഒരിക്കലും സമസ്തയോട് കടപ്പാടുള്ള ഉസ്താദുമാരോട് ബഹുമാനമുള്ള ആളുകൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. മഹാനായ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹം പ്രസംഗിക്കുന്ന വേദിയിൽ പരസ്യമായി ബഹളമുണ്ടാക്കി, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൂവി എന്ന് തന്നെ പറയണം. മഹാനായ CH ഹൈദുറോസ് മുസ്ലിയാരെ വഴിതറിയുകയും യോഗത്തിൽ പ്രസംഗിക്കാൻ അനുമതി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലേക്ക് സുന്നി വിദ്യാർത്ഥി സംഘടന വഴിമാറി സഞ്ചരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ അവർ പ്രത്യേകമായി തോൽപ്പിക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ജനസമൂഹത്തിനു മുമ്പിൽ സമസ്ത അന്ന് വരെ ചെയ്യാത്ത പുതിയ ചില നടപടിക്രമങ്ങളുമായി മുന്നോട്ട് വന്നു.
മാത്രമല്ല സംഘടനയുടെ അഖിലേന്ത്യാ ഓർഗനൈസർ SPB എന്ന് പറയുന്ന സുന്നി പാർലമെന്ററി ബോർഡ് ഉണ്ടാക്കി. ഒരു ഭാഗത്ത് സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് അത്തരം പ്രവർത്തനം പാടില്ലെന്ന് പറയുകയും SPB എന്ന് പറയുന്ന ഒരു സംഘടന പ്രത്യേകമായി രൂപീകരിച്ചുകൊണ്ട് പാർലമെന്ററി ബോർഡ് തീരുമാനമനുസരിച്ചുകൊണ്ട് സമത്വയുടെ ഔദ്യോഗിക തീരുമാനം എന്ന രീതിയിൽ പ്രത്യേകമായി ചില ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അന്നേ വരെ ഇടപെടാത്ത, നേരത്തെ സയ്യിദുൽ ഉലമ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിൽ പ്രക്ഷുബ്ധമായി ഇടപെടുന്ന, സംഘടനാപരമായി ഇടപെടുന്ന ഒരു സമീപനം ഉണ്ടാവുകയും ചെയ്തത് തീർച്ചയായും ആ സംഘടനയുടെ പ്രവർത്തനത്തിലെ ഒരു വ്യതിചലനമായിരുന്നു. ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ട് പ്രത്യേകമായി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചുവടൊപ്പിച്ചുകൊണ്ട് ഉസ്താദുമാരെ ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘം പ്രവർത്തകർ അക്കാലഘട്ടത്തിൽ ആ സംഘടനയുടെ അഡ്വൈസറി ബോർഡിന്റെ തലപ്പത്തിരുന്ന അതിന്റെ ചെയർമാനും കൺവീനറുമായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയും KT മാനു മുസ്ലിയാരെയും നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. അവരെ രണ്ടുപേരെയും കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചതിന്റെ ശേഷം പറഞ്ഞു, നമ്മൾ ആ സംഘടനയെ നന്നാക്കിയെടുക്കുകയാണ് വേണ്ടത്. നന്നാക്കിയെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനം അവർ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തി ഒരു കുറ്റപത്രം തയ്യാറാക്കണം. ആ കുറ്റപത്രം നേതൃത്വത്തിന് സമർപ്പിക്കണം. സമർപ്പിച്ച് ഒരു മാസക്കാലം കാത്തിരുന്നുകൊണ്ട് അവർ തിരുത്തുന്നുവെങ്കിൽ നമുക്ക് ആ സംഘടനയുമായി മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ സമത്വയുമായി കൂടിയാലോചിച്ച് ബദൽ പ്രവർത്തനങ്ങൾ എന്താണെന്നതിനെ കുറിച്ച് സമത്വ തീരുമാനമെടുത്തു തരും എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉന്നത ശീർഷരായ അന്നത്തെ നേതാക്കൾ ആ കാലഘട്ടത്തിൽ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ അധ്യക്ഷനും അതുപോലെ തന്നെ ആ മുഴുവൻ ഉത്തരവാദപ്പെട്ട ആളുകളും അടങ്ങുന്ന സംഘം ഈ കാര്യത്തിൽ ചെയ്തിരുന്ന പ്രവർത്തനത്തെ കുറിച്ച് വ്യക്തമായ രൂപരേഖ ശംസുൽ ഉലമയുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മാനു മുസ്ലിയാരുടെയും മുമ്പിൽ വെച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മഹാന്മാരായ നേതാക്കൾ അങ്ങനെ ഒരു തീരുമാനം മുന്നോട്ട് വെച്ചത്. പരിഹാരമില്ലെങ്കിൽ മാത്രം ബദൽ സംവിധാനം എന്നാണ് നേതാക്കൾ എന്ന് പറഞ്ഞത്. അങ്ങനെ 1988 ജനുവരി മാസം 31-ാം തീയതി കോഴിക്കോട് ഡെൽമാ ടൂറിസ്റ്റ് ഹോമിൽ പ്രത്യേകമായി യോഗം വിളിച്ചു 19 കുറ്റങ്ങൾ അടങ്ങുന്ന വ്യക്തമായ രേഖാസഹിതമുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം അന്നത്തെ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ നേതൃനിരക്ക് കൊടുത്തു. അങ്ങനെ ആക്ഷൻ കമ്മിറ്റി അവിടെ വെച്ച് രൂപീകരിക്കുകയും ചെയ്തു. SSF ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. നന്മ മാത്രമായിരുന്നു ലക്ഷ്യം. ഒരു സംഘടനയെ എതിർക്കലോ അതല്ലെങ്കിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന പന്ഥാവിൽ നിന്ന് മാറി മറ്റൊരു തരത്തിലേക്ക് നീങ്ങലോ ആയിരുന്നില്ല. സമത്വയുടെ പന്ഥാവ് ശരിക്കും നിലനിർത്തുക എന്ന ആ ഒരൊറ്റ ഉദ്ദേശമായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. ഒരു മാസം കഴിഞ്ഞു. ആ ഒരു മാസക്കാലത്തെ പ്രവർത്തനം കൊണ്ട് ആ വിഭാഗം ആളുകൾ ഈ കൊടുത്ത കാര്യത്തിന് കൃത്യമായി മറുപടി പറയുകയോ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയോ തിരുത്തലിന് തയ്യാറാവുകയോ ചെയ്തില്ല. ആക്ഷൻ കമ്മിറ്റി താഴെ തട്ടിലേക്ക് ഇറക്കാൻ തുടങ്ങി. ജില്ലാ കമ്മിറ്റികളും അതിന്റെ താഴോട്ടം ആക്ഷൻ കമ്മിറ്റി വന്നു. ഈ സമയത്താണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിർണായകമായ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന പന്ഥാവിന് വിരുദ്ധമായി സമത്വയിലെ തന്നെ ഉന്നതരായ ചില ആളുകൾ അന്ന് പ്രവർത്തിക്കുകയും എറണാകുളം സമ്മേളനം വരികയും അതിന്റെ പശ്ചാത്തലത്തിൽ മസ്ലഹത്ത് കമ്മിറ്റികൾ വരികയും ചെയ്ത സംഭവം നിങ്ങൾക്കറിയാം. അത് നേരത്തെ ഒരുപാട് വിശദീകരിക്കപ്പെട്ടതാണ്. ഈ ചുരുങ്ങിയ സമയത്ത് അത് സാധ്യമല്ല. 1988 ഒക്ടോബർ മാസം 26-ാം തീയതി ബുധനാഴ്ച കോഴിക്കോട്ട് സമത്വയുടെ മസ്ലഹത്ത് ചർച്ച നടന്നതിന്റെ ഉച്ച സമയത്ത് ആക്ഷൻ കമ്മിറ്റിക്കാരെയും വിളിച്ചു. അതുപോലെ തന്നെ അന്നത്തെ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ നേതാക്കളെയും വിളിച്ചു. അങ്ങനെ രണ്ടു കൂട്ടരെയും വിളിച്ച് ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് ബഹുമാനപ്പെട്ടവർ അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, മഹാനവറുകളായിരുന്നു അന്ന് അധ്യക്ഷ പദവിയിൽ ഇരുന്നത്. മഹാന്റെ അധ്യക്ഷ പദവിയിൽ രണ്ടു ഭാഗത്തു നിന്നും 5 പേർ വീതം 10 പേർ ആ യോഗത്തിൽ സംബന്ധിച്ചു. അങ്ങനെ KV ഉസ്താദ് ചോദിച്ചു, എന്താണ് ഉന്നയിക്കുന്ന കുറ്റങ്ങൾ? കുറ്റപത്രത്തിലുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി എടുത്ത് അവതരിപ്പിച്ചു കൊടുത്തു. അഡ്വൈസറി ബോർഡിന് പരമാധികാരം ഉണ്ടായിരുന്നു. അഡ്വൈസറി ബോർഡ് എന്ന് പറഞ്ഞാൽ ആരാ? മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ KT മാനു മുസ്ലിയാർ ചെയർമാൻ കൺവീനറും. അഡ്വൈസറി ബോർഡിന്റെ പരമാധികാരം ഭരണഘടനയിൽ 24(5) അത് നീക്കി. അഡ്വൈസറി ബോർഡിന്റെ പരമാധികാരം ഇല്ലാതാക്കി. ഭരണഘടനാ ഭേദഗതി അഡ്വൈസറി ബോർഡിന്റെ അനുമതിയില്ലാതെ പാടില്ല എന്നായിരുന്നു നേരത്തെ തീരുമാനം. ആ 48A എന്ന വകുപ്പ് നീക്കി. മാത്രമല്ല 28G എന്നൊരു വകുപ്പ് കൂട്ടിച്ചേർത്തുകൊണ്ട് ഭരണഘടനാ ഭേദഗതിക്കുള്ള അധികാരം പ്രസിഡന്റിൽ നിക്ഷിപ്തമാക്കി. അവർക്ക് തോന്നിയ പോലെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ അവസരമുണ്ടാക്കി. അഡ്വൈസറി ബോർഡിൽ ജാമിയ നൂരിയ അറബി കോളേജിന്റെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൾ നീക്കി. ഖണ്ഡിക 23 പ്രത്യേകമായി നീക്കി അവർ പുതിയ സംവിധാനം ഉണ്ടാക്കി. ആ ഖണ്ഡിക 23 എടുത്തു മാറ്റി. അഥവാ ജാമിയയുടെ പ്രിൻസിപ്പൽ ആ സംഘടനയുടെ അഡ്വൈസറി ബോർഡിൽ വേണ്ട എന്നവർ തീരുമാനിച്ചു. അങ്ങനെ ചർച്ച തുറന്നു. ബഹുമാനപ്പെട്ട KV ഉസ്താദ് കേട്ടു. മറുഭാഗത്തിന്റെ മറുപടി തൃപ്തികരമായിരുന്നില്ല. എന്നാൽ ബഹുമാനപ്പെട്ട KV ഉസ്താദ് വളരെ നിഷ്പക്ഷമായ ഒരു ചോദ്യം ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് അംഗീകരിക്കാവുന്നതല്ലേ? ആക്ഷൻ കൗൺസിൽ കമ്മിറ്റിയുടെ പ്രത്യേക പ്രവർത്തകരൊക്കെ പറഞ്ഞതിൽ പങ്കെടുത്തവർ കൃത്യമായി നമ്മുടെ നേതാക്കൾ പറഞ്ഞു, ഞങ്ങൾ അംഗീകരിക്കാം. സമത്വ എടുക്കുന്ന തീരുമാനത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ അന്ന് മറുഭാഗം ഉന്നയിച്ചത് സമസ്ത ഏകകണ്ഠമായി എടുക്കുന്ന തീരുമാനം ഞങ്ങൾ അംഗീകരിക്കാം.
ഉടനെ തന്നെ കെ വി ഉസ്താദ് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ സമത്വയെ കണ്ടമാക്കാനാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചു. കെ വി ഉസ്താദിന്റെ നാടൻ ശൈലിയിൽ ഒരു ചോദ്യം. അവരൊന്നും വേണ്ടിയില്ല, ചെറിയ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു. അവസാനം അവർ സമ്മതിച്ചു ഒപ്പിടാൻ വേണ്ടി മിനിറ്റ്സ് കൊടുക്കുമ്പോൾ അവർ ചെയ്ത പ്രവർത്തനം, ആക്ഷൻ കമ്മിറ്റിക്കാർ സമത്വ എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കാൻ തയ്യാറാണെന്ന് എഴുതി കൊടുക്കുമ്പോൾ ഇവർ വീണ്ടും എഴുതി സമത്വ എടുക്കുന്ന ഏകകണ്ഠമായ തീരുമാനം. അവസാനം ബഹളത്തിന്റെ പശ്ചാത്തലത്തിൽ അത് വെട്ടേണ്ടി വന്നു. ഇന്നും ആ രേഖ എവിടെയാണുള്ളതെന്ന് തെരഞ്ഞു പിടിച്ചു നോക്കിയാൽ ആ എഴുതിയതും വെട്ടിയതും കൃത്യമായി കാണാൻ കഴിയും. നേതാക്കൾ മുമ്പിൽ സമ്മതിച്ച കാര്യം പിന്നെയും തെറ്റായ രീതിയിൽ ചെയ്തു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോകുമെന്ന് തന്നെയായിരുന്നു അന്ന് ബോധ്യപ്പെട്ടത്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ ആലിമീങ്ങൾ പറഞ്ഞിട്ടും അംഗീകരിക്കാത്ത വിഭാഗം ശുഭപ്രതീക്ഷ പോലും ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി. പിന്നീട് നിങ്ങൾക്കറിയാമല്ലോ, എറണാകുളത്ത് സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും അച്ചടക്ക നടപടിക്ക് വിധേയരായ 6 പേരെ മാറ്റി നിർത്തി. ആ മാറ്റി നിർത്തിയതോടുകൂടി സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ അവരൊരു സംഘമുണ്ടാക്കി. ആ സംഘത്തിന്റെ കൂടെ പരിപൂർണമായി അന്നത്തെ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നിലകൊണ്ടപ്പോൾ സമത്വയുടെ ആദർശമനുസരിച്ച് മുന്നോട്ട് പോകുന്ന പ്രവർത്തകർക്ക് ഒരു സംഘടന വേണ്ടി വന്നു. അങ്ങനെ മഹാനായ ശംസുൽ ഉലമയുടെ അനുമതിയോടുകൂടി, നമ്മുടെ മഹാപണ്ഡിതന്മാരുടെ അനുമതിയോടുകൂടി കോഴിക്കോട്ട് വെച്ച് 1989 ഫെബ്രുവരി 19-ാം തീയതി സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന സംഘടന രൂപപ്പെട്ടു. ആ സംഘടന രൂപപ്പെട്ടപ്പോൾ നിങ്ങൾക്കറിയാം, ആ സംഘടനയുടെ നീണ്ട ചരിത്രം അറിയാവുന്ന, അതിന്റെ നീണ്ട പ്രവർത്തനങ്ങൾ അറിയാവുന്ന നല്ലവരായ പ്രവർത്തകരാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അന്ന് സംഘടന രൂപപ്പെട്ടു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിൽ വെച്ചായിരുന്നു ആ സംഘടന രൂപപ്പെട്ടത്. അതൊരു ഓഡിറ്റോറിയം അവിടെ ഉള്ളപ്പോൾ സൗകര്യത്തിന് വേണ്ടി അവിടെ വെച്ചു. സംഘടന രൂപപ്പെട്ട് പുറത്ത് വാർത്ത വന്നപ്പോൾ അവർ കളിയാക്കി SKSF എന്നാൽ സാമൂതിരി കോവിലകം സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞു. അത്തരം ആളുകളോട് അഭിമാനത്തോടു കൂടി നമുക്കിപ്പോ പറയാൻ പറ്റും, നമ്മളെ വെളിപ്പാടകലെ സാമൂതിരിപ്പാടിന്റെ മാമാങ്കത്തിന്റെ സ്മരണ തുടങ്ങുന്ന നിളാ നദീ തീരത്ത് നമ്മൾ വാദിയിലൂരിന്റെ 10ാം വാർഷികം ആഘോഷിക്കും. അവർ ഞെട്ടിപ്പോയി ഈ സംഘടനയുടെ വളർച്ച കണ്ടുകൊണ്ട്. അത്ര വലിയൊരു വളർച്ചയിലേക്ക് സംഘടന എത്തി. അന്ന് പത്രം എഴുതി, ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് എഴുതിയ പത്രം ഇന്നും നമ്മുടെ കയ്യിൽ സൂക്ഷിപ്പുണ്ട്, ഒരു ഓർമ്മക്ക് വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കും. SKSന്റെ വളർച്ച കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ചിന്തിക്കണം, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ഫെഡറേഷന്റെ വളർച്ചയിൽ നിങ്ങളടങ്ങുന്ന പ്രവർത്തകർ സമർക്കന്ദിൽ വെച്ച്, തൃശ്ശൂരിൽ വെച്ച് സമർക്കന്ദിൽ വളണ്ടിയർമാരെ സമർപ്പണം ചെയ്തുകൊണ്ട് കൊടുങ്കാറ്റിനെ പോലും വെല്ലുന്ന പ്രവർത്തനവുമായി നമ്മുടെ പ്രവർത്തകർ രംഗത്തിറങ്ങുമ്പോ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞ ആളുകൾ നിരാശരായി പിന്നോട്ട് പോകേണ്ടി വന്നു. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ സംഘത്തിന്റെ വളർച്ച, ഈ സംഘടനയുടെ മുന്നോട്ടുള്ള പോക്ക്, ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മഹാനവരുടെ നായകത്വത്തിലാണ് ഈ സംഘടന പടർന്ന് പന്തലിപ്പിച്ചത്. അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓർമ്മയുണ്ട്, സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തനം ഇന്ന് സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഫാസിസ്റ്റ് ഭീകരർ അഖിലാഖിനെ അടിച്ചു കൊല്ലുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ജഗദീഷ് ശ്രീകുമാറിന്റെ ജീവൻ രക്ഷിച്ചു. ഇന്ന് കണ്ടില്ലേ അയാൾ പത്രത്തിൽ, അയാളെ പടം നിങ്ങൾ നോക്ക്. ആ പടം ഉണ്ടാകുമായിരുന്നില്ല, അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നില്ല. പാണമ്പ്രയിലെ മുത്തഅല്ലിമീങ്ങൾ ഡിവൈഡറിൽ തട്ടി വീണ അദ്ദേഹത്തെ വാരിയെടുത്തുകൊണ്ട് തങ്ങളുടെ ശുഭ്രവസ്ത്രത്തിൽ രക്തം പുരട്ടിക്കൊണ്ട് ആ വ്യക്തിയെ ഹിന്ദുവായിട്ടും സിനിമാ നടനായിട്ടും ഇസ്ലാമുമായി ബന്ധമില്ലാഞ്ഞിട്ടും കൊണ്ടുപോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ നമ്മുടെ വിക്കായയുടെ വളണ്ടിയർമാർ ഈ മുത്തഅല്ലിമീങ്ങൾ വേണ്ടി വന്നു എന്നത് ഇന്ത്യ മഹാരാജ്യത്ത് അഖിലാഖിനെ അടിച്ചു കൊന്നവർ പഠിക്കട്ടെ, ജുനൈദിനെ കുത്തിക്കൊന്നവർ പഠിക്കട്ടെ, താമരശ്ശേരിയിലെ ഉരുൾപൊട്ടൽ കരിഞ്ചോലമലയിൽ ഈ കുപ്പായമിട്ട് പ്രവർത്തിച്ച പ്രവർത്തകരുടെ ജീവകാരുണ്യ പ്രവർത്തനം സമൂഹം കൃത്യമായി അംഗീകരിച്ചു. അംഗീകാരം, പുരസ്കാരങ്ങൾ ഇവിടെ നൽകപ്പെട്ടത് നിങ്ങൾക്കറിയാമല്ലോ. വിദ്യാഭ്യാസ ചിന്ത വളർത്തി, ട്രെൻഡും അതുപോലെ തന്നെ സ്റ്റെപ്പും എല്ലാം കൊണ്ട് ഗൈഡൻസ് സെന്ററുമായി കരിയർ ഗൈഡൻസിലൂടെ ഈ സമൂഹത്തെ വിദ്യാസമ്പന്നരാക്കി. മാത്രമല്ല ഇന്ന് വരെ സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തനം നമ്മൾ പരിശോധിച്ചാൽ അതിന്റെ വളർച്ചയിൽ ഒരിക്കലും നമുക്ക് തലകുനിക്കേണ്ടി വന്നിട്ടില്ല. ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും ചോദിച്ചു നോക്കൂ, അവർ കൃത്യമായി പറയും, എവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കറ പുരണ്ടിട്ടില്ല. ഏത് യോഗത്തിന് നമ്മൾ അപേക്ഷിച്ചാലും പോലീസ് പെർമിഷൻ തരും. തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, അരാഷ്ട്രീയവാദത്തിന്റെ എല്ലാ കാര്യത്തിന്റെയും ചർച്ചകൾ നമ്മൾ നടത്തി. ആ ചർച്ചകളൊക്കെ നടത്തിയപ്പോ എന്താണ് നമ്മുടെ ചർച്ച എന്ന് നിരീക്ഷിച്ചു പലരും. ആ ചർച്ചകളൊക്കെ നിരീക്ഷിച്ചു. തീവ്രവാദം തെറ്റും ശരിയും എന്ന് പറഞ്ഞുകൊണ്ട് കേരളക്കരയിൽ ആദ്യം തീവ്രവാദത്തിന്റെ പൊള്ളത്തരം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഈ സംഘടന മുന്നോട്ട് വന്നപ്പോ അത്ഭുതത്തോടു കൂടിയാണ് പലരും ഈ സംഘടനയെ നോക്കിയത്. മാത്രമല്ല നമ്മുടെ ചർച്ചകൾ നിരീക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചു. നമുക്ക് സമത്വയുടെ സന്ദേശം ക്യാമ്പസിലെത്തിക്കാൻ ഇപ്പോൾ ക്യാമ്പസ് സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് സംഘടനകൾ, ഇതിന്റെ ഉപസംഘടനകൾ വന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം, അറപ്പിന്റെ
അറപ്പിന്റെയും വെറുപ്പിന്റെയും പ്രത്യയശാസ്ത്രം ഇന്ത്യയിൽ സൃഷ്ടിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകിക്കൊണ്ട് മനുഷ്യത്വത്തിന്റെ മഹാജാലിക തീർത്തവരാണ് നിങ്ങൾ. അതിനുവേണ്ടി നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി. നിങ്ങൾ ചിന്തിക്കണം, സഹജീവികളുടെ അതിജീവനത്തിന് വേണ്ടി വളരെ മനോഹരമായി സഹചാരി കൊണ്ട് ഫണ്ട് ശേഖരിച്ച് നിധി ശേഖരിച്ച ആളുകളാണ്. ആദർശവൈരികളെ ഒതുക്കുന്നതിന് വേണ്ടി സമത്വയുടെ ഉലമാക്കൾക്ക് വിശ്രമിക്കാം. ഇനി ഞങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറിയ കുട്ടികൾ രംഗത്ത് വന്നത് അത്ഭുതകരമായി നമ്മൾ വിലയിരുത്തണം. അത്രയും ചെറിയൊരു ടീം വളരെ നന്നായി ഈ പ്രസ്ഥാനത്തെ നിലനിർത്താൻ മാത്രം കെൽപ്പുള്ളവരായി മുന്നോട്ട് വന്നത് അത്ഭുതകരമാണ്. എഴുത്തുകാര്, പ്രഭാഷകര്, എല്ലാ ആളുകളെയും നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞു. ഇതിന്റെ വളർച്ചയുടെ ഘട്ടം പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം, പ്രത്യേകിച്ച് ശൈഖുനാ ശംസുലമയുടെ സ്നേഹം, കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവിന് അറിയാം. മഹാനായ ശൈഖുനാ ശംസുലമ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വിദേശത്ത് പോകാൻ വേണ്ടി അനുഗ്രഹം തരുന്ന സമയത്ത് അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് നമ്മളിൽ വെച്ചത്. നിങ്ങളാണ് ഇനി സമത്വക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. മഹാനായ കെ വി സാദ് തന്റെ രോഗം ബാധിച്ചുകൊണ്ട് മരണക്കിടക്കയിൽ കിടക്കുമ്പോ ചെന്ന് സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളാണ് സമത്വയുടെ പ്രവർത്തകർ, നിങ്ങളാണ് സമത്വക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. എല്ലാ അനുഗ്രഹത്തിനും വേണ്ടി ദുആ ചെയ്തു. ദുആ ചെയ്തു. കെ.ടി. മാനും എപ്പോഴും ഒപ്പം നിന്നു. എടുത്തു പറയുമ്പോൾ ഒരുപാട് ആളുകളെ പറയാനുണ്ട്. ഇന്നലകളുടെ ഇല്ലായ്മയിൽ നിന്ന് വളർന്ന് പന്തലിച്ച് ഇന്നിന്റെ ചരിത്രം മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇന്നലകളെ മുഴുവൻ ഇരുളടഞ്ഞ ഇന്നലകളെ മുഴുവൻ പ്രകാശപൂരിതമാക്കി മനോഹരമായ പ്രവർത്തനത്തിലേക്ക് നമ്മൾ വളർന്നിരിക്കുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, സുന്നി യുവജന സംഘം സമത്വയുടെ ഊന്നുവടിയാണെങ്കിൽ ഇന്ന് SKSF സമത്വയുടെ സാറ്റലൈറ്റ് ആയി വളർന്നിരിക്കുന്നു. എല്ലാം കാണുവാനും കേൾക്കുവാനും എല്ലാം മനസ്സിലാക്കുവാനും സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും ശരിക്കും ബോധ്യപ്പെടുത്തുവാനും പറ്റിയ ഒരു വലിയ വിഭാഗമായി മാറിയിരിക്കുന്നു. സത്യത്തിൽ ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദർശ പ്രസ്ഥാനത്തെ സമൂഹത്തിൽ മോശമായി ചിത്രീകരിക്കുന്നവർക്ക് ഒരു കൃത്യമായ മറുപടിയായിരുന്നു സമത്വ കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ പിറവി. അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് അന്നേ ഓർമ്മ വരുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫറാ. ഞാൻ അർത്ഥം പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം. ആ സന്തതിയെ മാറ്റി നിർത്തിക്കൊണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴികേടിലാക്കും സമത്വ എന്ന് ബോധ്യപ്പെട്ടപ്പോ നല്ല സ്വഭാവശുദ്ധിയും നല്ല സ്നേഹവുമുള്ള സമത്വയോട് കൂറുള്ള ഒരു വലിയ സംഘത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിന് സമർപ്പണം ചെയ്ത് ഓർക്കുമ്പോ ഈ ചരിത്ര സംഭവമാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ചരിത്രത്തിൽ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ ഈ ആയത്താണ് ഓർമ്മ വരുന്നത്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് വഴിമാറിയവർ, അന്ന് ഈ സമൂഹത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചവർ, ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭാവി തെളിയിച്ചെടുത്തുകൊണ്ട് മനോഹരമായി സമത്വക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആദർശ ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുത്ത് സമത്വക്കൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഇഹലോകവും കെട്ടിപ്പടുക്കാൻ കഴിയും, പരലോകവും കെട്ടിപ്പടുക്കാൻ കഴിയും. ആ ചിന്തയിൽ ആധ്യാത്മിക മേഖലയിലും പ്രബോധന മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സേവന മേഖലയിലും ജീവകാരുണ്യ മേഖലയിലുമൊക്കെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിഞ്ഞത് ഒരു കാലഘട്ടത്തിലെ നമ്മുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ ഓർക്കുമ്പോൾ അത്ഭുതമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രമാണ്. പ്രത്യേകിച്ച് നമ്മളൊന്ന് യോഗം ചേരുമ്പോൾ തലപ്പാവുധാരികൾ പോലും ഇല്ലാത്ത കാലമുണ്ടായിരുന്നു. നമ്മളൊരു യോഗം വിളിച്ചാൽ അതിൽ മതപണ്ഡിതന്മാർ വരാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടുന്ന് മാറി ഇന്ന് ഈ സംഘടനയെ മുഴുവൻ ആളുകളും അംഗീകരിച്ചു. സമത്വ പോലും അതിന് ഏറ്റവും നല്ല വിദ്യാർത്ഥി സംഘടനയായി, അതിന്റെ ഏറ്റവും ഓജസ്സുള്ള സംഘടനയായി ഇതിനെ കാണുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്താൽ നാളെ പരലോകത്തെ സ്വർഗ്ഗപ്രവേശത്തിന് നമുക്ക് ഇത് മാത്രം മതി. ആ രീതിയിൽ ആത്മാർത്ഥത മുറ്റിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ലഭ്യമായ സമയത്ത് ഇത്രയേ പറയാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.